തൂറി തോൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അതിനേക്കാൾ മാരകമായ, അതിനേക്കാൾ വിഷലിപ്തമായ ചില പ്രവർത്തികൾ സഖാക്കൾ, കൃമികീടം സഖാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് തോൽവി, ആ തെരഞ്ഞെടുപ്പ് തോൽവിയിലേറ്റ ആഘാതം, ആ തോൽവി ഇവറ്റകളുടെ കരണം പുകച്ചുള്ള അടിയായി മാറിയപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കേട്ടു, സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം ഞങ്ങൾ നടത്തും എന്നുള്ളത്, പോരാട്ടം നടത്തുമെന്നുള്ളത് അല്ലേ? അത്തരം ചില വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടില്ലേ CPM-ൻ്റെ ഭാഗത്ത് നിന്ന്? എന്നാൽ ഇപ്പോൾ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വർഗീയത ഇളക്കി വിടുവാനുള്ള ഒരു ശ്രമം ഈ പറയുന്ന സഖാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയകളിൽ അത്തരം ചില കാർഡുകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പച്ച നുണ വിളമ്പുന്ന കാർഡുകൾ. അതോടൊപ്പം തന്നെ ഈ കാർഡുകളിലൊക്കെ മാക്സിമം ജനങ്ങളെ വർഗീയ വേദനയുണ്ടാക്കി, വർഗീയ ഛിദ്രതയുണ്ടാക്കി ജനങ്ങളെ തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ് ഈ കാർഡുകളുടെയൊക്കെ ലക്ഷ്യം. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ എന്തോ വലിയ ഒരു നന്മയുടെ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായ കാര്യമാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് ജനങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കാൻ, ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പച്ച നുണകളാണ് സഖാക്കൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടത്. അതിൽ ഒരു കാർഡ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാർഡ്, അതിലൊരു മസ്ജിദിൻ്റെ ചിത്രമുണ്ട്, ചില പോത്തിൻ്റെ, ആടിൻ്റെ, മൂരിയുടെ, കാളയുടെ ഒക്കെ ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളിലൊക്കെ ഒപ്പം VD സതീശൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം കൂടിയുണ്ട്. എന്നിട്ട് അതിൽ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് ഇപ്രകാരം: ബലി പെരുന്നാളിന് ഉളുഹിയത്ത് കർമ്മത്തിന് വാർഡ് തലത്തിൽ 2000 രൂപ ധനസഹായം പ്രഖ്യാപിച്ച് ജനകീയ സർക്കാർ. മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ. നിങ്ങളൊന്ന് ആലോചിക്കണം. ബലി പെരുന്നാളിന് ഉളുഹിയത്ത് കർമ്മത്തിന് വാർഡ് തലത്തിൽ 2000 രൂപ ധനസഹായം പ്രഖ്യാപിച്ച് ജനകീയ സർക്കാർ. മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ. എന്താ ഇതിൻ്റെ ലക്ഷ്യം? ഇവിടെ ഇന്ന് വരെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും ഒരു സർക്കാരിൻ്റെ കയ്യിൽ നിന്നും 1 രൂപ പോലും ഇന്ന് വരെ മുസ്ലിം സമുദായം വാങ്ങിയിട്ടില്ല, അത് ചോദിച്ചിട്ടുമില്ല. അവിടെയാണ് ഉളുഹിയത്ത് കർമ്മത്തിന് 2000 രൂപ വാർഡ് തലത്തിൽ വിതരണം ചെയ്യുന്നു എന്നുള്ള ഒരു കാർഡ്. എന്നിട്ട് അതിൽ എന്താ ചെയ്തിരിക്കുന്നത്? മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ. സഖാക്കൾ ഇങ്ങനെ തൂറി തോൽപ്പിക്കുമെന്നുള്ളത് ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഉളുഹിയത്തും ബലിപെരുന്നാളും ബലിമൃഗങ്ങളും ഒക്കെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള മൃഗങ്ങളുടെ ചന്തകളടക്കം അടച്ചുപൂട്ടി ഈ പറയുന്ന സംഘപരിവാർ പ്രവർത്തകർ എല്ലാം പശു സംരക്ഷണം, മൃഗസംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഉത്തരേന്ത്യകളിൽ ഇതിൻ്റെ പേരിൽ ആക്രമണങ്ങളും മരണങ്ങളും കൊലപാതകങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ സർക്കാർ 2000 രൂപ ഓരോ വാർഡ് തലത്തിലും നൽകുമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഈ കൃമികീടം, ഈ അന്തംഗമ്മി കൃമികീടം, ഇത് ഉണ്ടാക്കിയ അന്തംഗമ്മി കൃമികീടത്തിൻ്റെ ഒരു ബോധമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഓരോ വാർഡുകളിലും 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 10-ലധികം പള്ളികളുണ്ട്. ഈ പള്ളികളിലൊക്കെ ഓരോ പള്ളികളിലും ചുരുങ്ങിയ ഒരു 5എങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയുന്നത്, ഇനി അത് 50 അറക്കുന്ന പള്ളികളുണ്ട്, 100 എണ്ണത്തിന് അറക്കുന്ന പള്ളികളുണ്ട്, ഒരു 50 എണ്ണത്തിനെങ്കിലും അറക്കുന്ന പള്ളി, ഒരു 5 എണ്ണമെങ്കിലും അറക്കുന്ന പള്ളികളാണ് ഉള്ളത്. അതും ഒരു വാർഡിൽ തന്നെ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല അതിലധികം പള്ളികളുമുണ്ട്. ഈ അറക്കുന്ന ഒരു വാർഡിന് ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത്, 1 ലക്ഷം ഉറുപ്പ്യെങ്കിലും വില ആവുന്നുണ്ട്. 1 ലക്ഷം ഉറുപ്പ്യയിലേക്ക് 2000 ഉലുവ. പച്ച നുണ പടച്ചു വിടുക. എന്നാൽ ഇത് കുറച്ചെങ്കിലും ഒരു യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള നുണകൾ പടച്ചു വിടണ്ടേ? ഇതുപോലെ സംഘപരിവാരും പടച്ചു വിട്ടുണ്ടായിരുന്നു നുണ. കേരളത്തിലെ മദ്രസകൾക്കൊക്കെ പ്രവർത്തിക്കുന്നത് സർക്കാർ ശമ്പളം കൊടുത്തിട്ടാണ് എന്നുള്ളത്. ഇന്ന് വരെ കേരളത്തിലെ ഒരു മദ്രസയും സർക്കാർ ശമ്പളത്തിൽ 1 രൂപ പോലും
ഒരു മദ്രസ അധ്യാപകനും 1 രൂപ പോലും സർക്കാരിൽ നിന്ന് ശമ്പളമായിട്ട് കൊടുത്തിട്ടില്ല. അതൊക്കെ ഈ പറയുന്ന മദ്രസ കമ്മിറ്റികളും മാനേജ്മെൻറ്റുകളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ കേരളത്തിൽ ഒളുഹിയത്ത് കർമ്മത്തിന് ആ നാട്ടിലുള്ള ആളുകൾ നടത്തുന്നത് അല്ലാതെ ഒരു സർക്കാരിൻ്റെ അടുത്തും ഒരു മുതലാളിയുടെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേറ്റിൻ്റെ അടുത്തോ പോയിട്ട് പിരിവ് വാങ്ങിയിട്ട് ഒരു നാട്ടിലും ഉളുഹിയത്ത് കർമ്മം നടത്തിയിട്ടുമില്ല. അപ്പോൾ എന്താ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം? ഇനി ഇതിവിടെ തീരുമോ? ഇവിടെ തീരൂല. ഇനി അടുത്തൊരു കാർഡുണ്ട്. അത് മുസ്ലിം ലീഗ് മന്ത്രിയായിട്ടുള്ള KM ഷാജിയുടെ പേരിലാണ്. എന്താ പച്ചനുണ? കെട്ടിട പെർമിറ്റ് ഫീസ് വർധന മുൻകാല പ്രാബല്യത്തോടെ പിൻവലിച്ചു. അല്ലേ? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചയായ ഒരു കാര്യമാണിത്. ഏത്? ഈ കെട്ടിട നിർമ്മാണത്തിനുള്ള അല്ലെങ്കിൽ കെട്ടിട നികുതി, വെള്ളക്കരം, അതുപോലെ പല കാര്യങ്ങളും ഈ പറയുന്ന പുതിയ വീട് വെക്കുന്നതിന് അതുപോലെ അല്ലെങ്കിൽ ഉള്ള വീടിൻ്റെ നികുതി, ഇതൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെയും ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെയും നികുതികളെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള വലിയ ചർച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പറയുന്ന പഞ്ചായത്ത് വകുപ്പ് KM ഷാജിയുടേതാണല്ലോ. അപ്പോൾ ഷാജിയുടെ പേരിൽ ഒരു കാർഡ്, അതിൽ പറയുന്നത് കെട്ടിട പെർമിറ്റ് ഫീസ് വർധനവ് മുൻകാല പ്രാബല്യത്തോടെ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സർക്കാർ കൊണ്ടുവന്ന ആ നികുതി പിൻവലിച്ചു, അത് ഉമ്മൻചാണ്ടിയുടെ കാലത്തേക്ക് ആക്കി മാറ്റി. പച്ച നുണയാണ്. അങ്ങനെ ഒരു തീരുമാനം വന്നില്ല. അങ്ങനെ തീരുമാനം വരുമോ ഇല്ലേ എന്നുള്ളത് മറ്റു വിഷയം. പക്ഷേ അങ്ങനെ പിൻവലിച്ചു എന്നാണ് പറയുന്നത്. അപേക്ഷിച്ചാൽ തിരികെ ലഭിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിക്ക് അഭിനന്ദനങ്ങൾ. ടീം UDFൻ്റെ അഭിനന്ദനങ്ങളാണ്. അതുകൊണ്ട് UDFൻ്റെ പേരിലാണ്, എല്ലാം UDFൻ്റെ പേരിലാണ്. 2022-2026 കാലയളവിൽ വീടുകൾക്ക് പെർമിറ്റ് എടുത്തവർ അടച്ച മുഴുവൻ തുകയും ഈ മാസം 26 മുതൽ പഞ്ചായത്തുകളിൽ അപേക്ഷിച്ചാൽ തിരികെ ലഭിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സഖാക്കള് ഞങ്ങൾ പോരാടും, ഞങ്ങൾ സർക്കാരിനെതിരെ ശക്തമായ പ്രതിപക്ഷമാകും, ഞങ്ങൾ കടുത്ത ഗറില്ല യുദ്ധങ്ങൾ നടത്തും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതിയില്ല ഇങ്ങനെ തൂറിത്തോൽപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോൾ ഈ തൂറിത്തോൽപ്പിക്കൽ മാത്രമല്ല, ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള പണി കൂടി ഈ അന്തംകമ്മി കൃമികീടങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത ഒരു കാർഡുണ്ട്. 10 വർഷത്തെ ഇരുണ്ട കാലത്തിന് ശേഷം വന്ന UDF സർക്കാരിൻ്റെ വലിയ പെരുന്നാൾ സമ്മാനം. ഓരോ റേഷൻ കാർഡ് ഉടമയ്ക്കും 5 കിലോ ബസ്മതി അരിയും 2 കിലോ ശുദ്ധമായ നെയ്യും സൗജന്യമായി വിതരണം ചെയ്യും. നാളെ മുതൽ റേഷൻ കടകളിൽ വിതരണം തുടങ്ങും. VD സതീശൻ്റെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്, അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 5 കിലോ ബസ്മതി അരി, അത് റേഷൻ കടയിൽ, 2 കിലോ നെയ്യ്. ഇവിടെ എന്താ കല്യാണം നടത്തുന്നുണ്ടോ? ഓരോ റേഷൻ കാർഡിനും 2 കിലോ നെയ്യ്. ഇവിടെ എന്താ 1000 പേരെ വിളിച്ചിട്ടുള്ള കല്യാണം നടത്തുന്നുണ്ടോ ഓരോ വീട്ടിലും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഇങ്ങനെ പച്ച നുണ പടച്ചു വിട്ടിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്കിടയിൽ ഒരു അവമതിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാനുള്ള ശ്രമങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ കൃമികീടങ്ങൾക്ക് പിണറായി വിജയൻ്റെ തീട്ടം തിന്നലായിരുന്നു പണി. ക്ലിഫ് ഹൗസിൽ പോയിട്ട് ക്യൂ നിൽക്കും രാവിലെ തന്നെ. എന്നിട്ട് പിണറായി വിജയൻ ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് നീട്ടും. ആകെ ഒരു പാത്രം ഉണ്ടാവണത്, 2 പാത്രം ഉണ്ടാവും. ഒന്ന് അപ്പോൾ ക്യൂ നിന്നതാവട്ടെ കുറേ അന്തംകമ്മി കൃമികീടങ്ങൾ ക്യൂ നിന്നിട്ടുണ്ട്. ഈ പാത്രത്തിനും വേണ്ടിയിട്ട് അടിയാണ്. പിന്നെ അത് നക്കി തിന്നായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. അപ്പോൾ ഇപ്പം അത് കിട്ടാതെ ആയപ്പോൾ ഇറ്റങ്ങൾക്കൊക്കെ ആകെ അങ്കലാപ്പിലാണ്. ഒരു വല്ലാത്ത വിഭ്രാന്തി, മാനസിക നില തെറ്റിയിരിക്കുക. അപ്പോൾ പച്ച നുണ പറഞ്ഞു വിട്ട് പടച്ചു വിട്ട് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ അന്തംകമ്മി കൃമികീടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സത്യൻ അന്തിക്കാട് പടച്ചുവിട്ട ആ ഒരു സിനിമയുണ്ടല്ലോ, സന്ദേശം എന്ന് പറയുന്ന സിനിമ. അതിൽ സഖാവ് കോട്ടപ്പള്ളിയും ഉത്തമനും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ ഒരു പാർട്ടി ആഫീസ് ഉണ്ടല്ലോ, അതിൽ ആ സന്ദേശം സിനിമയിൽ സത്യൻ അന്തിക്കാട് സെറ്റിട്ട ആ ഒരു പാർട്ടി ആഫീസ് ഉണ്ടല്ലോ,
ആ പാർട്ടി ആഫീസിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. എന്തുമാത്രം തെമ്മാടികളും ക്രിമിനലുകളും ചെറ്റകളുമാണ് ഈ കൃമികീടങ്ങളെന്ന് നോക്കിയേ നിങ്ങൾ, അല്ലേ? ജനങ്ങളെ എന്തിനൊക്കെയാണ് ശ്രമം നടത്തുന്നത്? ഒന്ന് പച്ച നുണ പറയാൻ തന്നെ ഒരു സഹിക്കാൻ നമുക്ക്, നുണ പറയുന്നതാണ് എന്ന് വിചാരിച്ചിട്ട്. ഇത് അതിനേക്കാളൊക്കെ അപ്പുറം ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാനുള്ള ശ്രമം, കൂട്ടത്തിൽ RSSകാരന് വേണ്ടി പണിയെടുക്കുക. അതുകൊണ്ട് എല്ലാം ചെയ്യുന്നത് പിണറായി വിജയൻ്റെ കൃമികീടങ്ങളാണ്. പിണറായി വിജയൻ്റെ കൃമികീടങ്ങൾ ഇത്തരം ചെറ്റത്തരവുമായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. കേരളത്തിലെ പ്രബുദ്ധരായ ജനം ജാഗ്രത പാലിക്കണം. കാരണം ഈ പറയുന്ന ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ഇപ്പോൾ ഒരു കൊലപാതകം ചെയ്യുന്നതിലും വലിയ മാരകമായ വിഷമാണ് ഈ കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നത്. ഒരാൾ ഒരുത്തിനെ കൊന്നു കഴിഞ്ഞാൽ അത് അവിടെ തീരും. ഈ കുത്തിത്തിരിപ്പോ അത് തീരുമോ? അത് ഒരു വ്യക്തിയെയോ ഒന്നിലധികം വ്യക്തിയെയോ അല്ല, ഒരു സമൂഹത്തെയാണ് ആ കുത്തിത്തിരിപ്പ് ബാധിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത്തരം കൃമികീടങ്ങൾക്ക് നല്ല മരുന്ന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്.